ഐ എം റിൻസി ഷെറി. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. ഞാൻ മാരീഡ് ആണ് ഇഗ്നോർ ലാംഗ്വേജ് ബികോം സ്റ്റുഡൻ്റ് ആണ്. വിത്ത് മെൻറ്റർ ആയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മെൻറ്റർ ദർശന മാം ആണ്. ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാനുള്ള റീസൺ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ അബ്രോഡ് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് വെച്ച് എനിക്ക് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പം അങ്ങനെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോർ ചൂസ് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോച്ചിങ് സെൻറ്റർ വേണം എന്നുള്ളൊരു പ്ലാൻ വന്നത്. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് ലാംഗ്വേജിൻ്റെ ആഡൊക്കെ കണ്ടത്. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ജോയിൻ ആയി. വിത്ത് മെൻറ്റർ ആയിട്ടാണ്. എൻ്റെ മെൻറ്റർ എനിക്ക് സപ്പോർട്ടീവാണ്. എന്താ പഠിക്കുന്നുണ്ടോ, അതുപോലെ ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ലൈവിൽ കയറലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ പാരൻസും എനിക്ക് പഠിക്കുന്ന കാര്യത്തിലുള്ള എനിക്ക് സപ്പോർട്ടീവാണ്. എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു. ഇവിടെ GMHS വേങ്ങര സ്കൂളായിരുന്നു. 2023 +2 കൊമേഴ്സ് VHSE ആയിരുന്നു. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആയിരുന്നു കോഴ്സ്. അത് 23-ലാണ് എൻ്റെ +2 കഴിഞ്ഞത്. +2 കഴിഞ്ഞ് എനിക്ക് ഡിഗ്രി എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ബട്ട് എനിക്ക് അപ്പം അത് സാധിച്ചില്ല. ഞാൻ അങ്ങനെ ഡിപ്ലോമ 1 ഇയർ കോഴ്സ് എടുത്ത് CTTC പറഞ്ഞ കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എടുത്ത് കൊമേഴ്സ് എടുത്തതുകൊണ്ട് എനിക്ക് അക്കൗണ്ടിങ് പരമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു ഇഷ്ടം തോന്നി. കമ്പ്യൂട്ടറിൻ്റെ ഗ്രാഫിക് ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടമായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഭയങ്കര IIT ക്യാമ്പസാണ്. ഗ്രാഫിക് ഡിസൈനിങ്ങും അക്കൗണ്ടിങ്ങും ടാലി പ്രൈം MS ഓഫീസ്, പേജ് മേക്കർ, ഇൻഡിസൈൻ അങ്ങനത്തെ കോഴ്സസ് എല്ലാം ഞാൻ എടുത്ത് അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് 1 ഇയർ കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷമാണ് എൻ്റെ മാരേജ് ആയത്. 2024-ലാണ് CTTC ഞാൻ ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷമാണ് എൻ്റെ മാരേജ് ആയത്. മാരേജ് കഴിഞ്ഞ് ഒരു 1 മന്തിൽ ഞാൻ ഫ്രീ ആണല്ലോ. അപ്പോൾ ഞാൻ ഡിഗ്രി ചെയ്യാന്നുള്ള ഇതിലാണ് പ്ലാനിങ് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു 6 മന്ത് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുവരെ എന്തെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അക്കൗണ്ട്സ് ഫുൾഫിൽ ചെയ്തിട്ടില്ലല്ലോ. അവിടെ കുറച്ച് ഭാഗങ്ങളെ പഠിച്ചിട്ടു. അപ്പോൾ എനിക്ക് ഫോറിൻ അക്കൗണ്ടിങ് പഠിക്കാൻ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം. അവിടെയുള്ള കോഴ്സസ് PhD ബുക്ക് കോഴ്സസ് ആയിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് മന്ത് ആയിരുന്നു ആ കോഴ്സ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇഗ്നോയിൽ ജോയിൻ ആയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ എക്സാമും ക്ലാസ്സസ് ആയതുകൊണ്ട് ഇത് കുറച്ച് ലാഗായി. ഇയർ എവിടെയും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. 2023 +2 കംപ്ലീറ്റ് ചെയ്തു. 2024 CTTC പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 25-ൽ ഞാൻ ഫോറിൻ അക്കൗണ്ടിങ് കോഴ്സായിട്ട് ഡിപ്ലോമ 6 മന്ത് കോഴ്സ് ഞാൻ എടുത്ത് ഞാനിപ്പോൾ ഡിഗ്രി ജോയിൻ ആയി ചെയ്തു. അൽഹംദുലില്ലാ കുഴപ്പമില്ല, കംപ്ലീറ്റ് ആണ്. എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എപ്പോഴും. അത് വെച്ച് ഞാനിങ്ങനെ പോയി. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി BCom ചെയ്യാണ്. ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ, വർക്കൊന്നും ചെയ്യണില്ല, പഠിക്കുകയാണ്. പഠിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വർക്കിന് കയറാൻ. എനിക്ക് ഡിഗ്രി ഫുൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇതിലേക്ക് വരാനുള്ളൊരു മോട്ടിവേഷൻ വെച്ചാൽ എനിക്ക് ആദ്യം മുതലേ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എവിടെയും സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ളൊരു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് ഇനി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് വന്നു. ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ടും റെഗുലറായിട്ട് എങ്ങനെ എനിക്ക് ഡിഗ്രി എടുക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നു. ലാംഗ്വേജുള്ള എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ കോച്ചിങ് സെൻ്ററായിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്തു. എനിക്ക് ഫസ്റ്റൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുക എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ലാംഗ്വേജിന് തന്നെ ഒരു ആപ്പിൽ എല്ലാ ക്ലാസ്സസും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ ഫോൾഡർ കാര്യങ്ങളായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അസൈൻമെൻ്റ് ആയാലും ലാംഗ്വേജ് ഓരോ കോഴ്സസിൻ്റെ ഓരോരോ സബ്ജക്റ്റിൻ്റെ ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ, അതിൻ്റെ വാല്യൂ നോട്ട്, അതുപോലെ എക്സാം നോട്ട്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാം എത്തിയിട്ടില്ല. റിവിഷൻ ഭാഗമൊന്നും എത്തിയിട്ടില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്കെന്താ വെച്ചാൽ കഴിഞ്ഞ മാസമാണ് എൻ്റെ എക്സാം കഴിഞ്ഞ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ മിനിയാന്ന് കഴിഞ്ഞാണ് കംപ്ലീറ്റ് ആയത്. എനിക്കിപ്പോൾ
അപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ അതൊന്നും നോക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഓറിയൻറ്റേഷൻ ക്ലാസ് ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയി. അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇഗ്നോനെ കുറിച്ചും ലേണേഴ്സിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണോ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുക എല്ലാം. അതുപോലെ ഒരു മോട്ടിവേഷണൽ ക്ലാസ്സസും എല്ലാം അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ വന്നതെല്ലാം എനിക്ക് നല്ല ഇഷ്ടമായി ക്ലാസ്സസ് എല്ലാം കണ്ടിട്ട്. പിന്നെ പോലെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് എല്ലാം അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ എൻ്റെ നോട്ട്സ് വായിക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ചൂസ് ചെയ്ത ഒരു ബെസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ ലേൺവൈസിൽ ജോയിൻ ആയതാണ്. എനിക്ക് അതിനുള്ളൊരു ഇതുണ്ട്. എനിക്ക് ഇപ്പോൾ ക്ലാസ്സസ് എല്ലാം കേട്ടപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമുണ്ട്. ക്ലാസ്സസ് എല്ലാം കാര്യങ്ങൾ പിന്നെ എനിക്ക് എൻ്റെ കരിയർ ഗ്രോത്ത് ചെയ്യണമെന്നാണ് എൻ്റെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളാണ്. എൻ്റെ ഹസ്ബൻഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. പിന്നെ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. പിന്നെ എൻ്റെ ഒരു അഡ്വൈസ് വെച്ചാൽ നിങ്ങൾ ലേൺവൈസ് ചൂസ് ചെയ്തത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഞാൻ പറയും. എന്താ വെച്ചാൽ ക്ലാസ്സസ് ആയാലും മെൻറ്റർ ആയാലും അതുപോലെ എല്ലാ കാര്യവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ നമ്മൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഒരു ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാമെന്ന് നമുക്കൊരു ഫീലിംഗ് ഇല്ല. റെഗുലറായിട്ട് പോകുന്ന ഒരു ഫീൽ നമുക്ക് വരും. നമ്മളെ ക്ലാസ്സിൽ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാ ഒരു അതുപോലെയാണ് തരുന്നത്. കരിയർ ഗ്രോത്ത് ചെയ്യുക, അതുപോലെ നമ്മുടെ ഗോൾ എന്താ അത് സെറ്റിൽ ചെയ്യാം, അതുപോലെ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.